പള്ളിയിൽ ഒരുക്കം നിസ്കരിക്കാൻ കയറിയപ്പോൾ അവിടെ ഇങ്ങനെ സ്വിച്ച് ബോർഡിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഫാന് സുന്നത്ത് നിസ്കാരത്തിനും ഓൺ ചെയ്യാവുന്നതാണ്. എല്ലായിടത്തും എങ്ങനെ ഉണ്ടാകുക? ഫർള് നിസ്കാരത്തിന് മാത്രമാണ് ഫാൻ എന്നാണ് നമ്മളെ വിചാരം. ഈ കണ്ണൂർ വൈക്കുന്ന ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ രാത്രിയൊക്കെ മൂത്രമൊഴിക്കാനും നിസ്കരിക്കാനും ഒക്കെ കയറുന്നൊരു പള്ളിയുണ്ട്. പള്ളീൻ്റെ പേര് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയും, അതുകൊണ്ട് പേര് പറയില്ല. കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ രാത്രി സമയങ്ങളിൽ മൂത്രമൊഴിക്കാനും നിസ്കരിക്കാനും ഒക്കെ കയറാൻ പറ്റുന്ന വാച്ച്മാനൊക്കെ ഉള്ളൊരു പള്ളിയാണ്. ആ പള്ളിയിൽ ഒരു ദിവസം മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി കയറി. ഔത്ത പള്ളിയിൽ AC ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കയറിയിട്ട് ഇങ്ങനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ ജമാഅത്തിന് ഇമാമാണ്. ഒന്നാമത്തെ ജമാഅത്ത് കഴിഞ്ഞു, അത് കഴിയാനായപ്പോഴാണ് ഞാൻ എത്തിയത്. രണ്ടാമത്തെ ജമാഅത്തിന് ഇമാമാണ്. ഒരു റക്കായത്ത് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു ടവലിട്ട ആൾ വന്നിട്ട് മുഴുവൻ ഫാനും ACയും കംപ്ലീറ്റ് ഓഫാക്കി. ഇത്ര പൈസ ഇല്ലാത്തവർ പിന്നെ AC വെക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ടാമത്തെ ജമാഅത്തിന് ACയും ഫാനും പാടില്ല എന്ന് അഭിപ്രായമുള്ളവർ പിന്നെ ആ സാധനം വെക്കണ്ടല്ലോ, അത് വല്ല പീഡിയകൊലയും കൊണ്ട് വെച്ചൂടെ? നിസ്കരിച്ച മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ അത്. ഓഫാക്കാതെ ഇട്ടെങ്ങാണ്ട് പോകാൻ പാടില്ല എന്നുള്ളത് റെഡിയാണ്, അത് ഓക്കെ. നമ്മൾ സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കേണ്ടത് സൗകര്യമാകണം, അസൗകര്യമാകരുത് എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. ചെരുപ്പ് 1 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് വേണം വരാൻ, കുഴപ്പമില്ല. തുപ്പാനൊരു പാത്രം വേറെ വെച്ചു കൊടുത്താൽ മതി. നോമ്പ് റമദാൻ മാസമൊക്കെ അല്ലഞ്ഞ് വരുന്നത്, മനുഷ്യന്മാർക്ക് തുപ്പേണ്ടി വരും. അതിനൊരു മണലൊക്കെ ഇട്ടിട്ട് ഒരു ചെടിച്ചട്ടി വേറെ വെച്ചു കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ചെരുപ്പ് 1 കിലോമീറ്റർ അപ്പുറത്ത് ആയതിന് പ്രശ്നമൊന്നുമില്ല. സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കുന്നത് സൗകര്യമായിരിക്കണം, ഒരിക്കലും അസൗകര്യമാകരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം.